നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിസിക്സിലെ ചാപ്റ്റർ 2, അതായത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതെന്താണ്? വൈദ്യുതിയുടെ കാന്തിക ഫലങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പിട്ട് നമുക്ക് കുറച്ച് ബേസിക് ടേംസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് നോക്കാം. ആദ്യമാണ് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് വിളിക്കും. കാന്തിക മണ്ഡലം. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റീജിയൻ surrounding a magnet in which the force of the magnet can be detected. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ റീജിയൻ സറൗണ്ടിങ് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള പ്രദേശം. ഇൻ വിച്ച്, വെറുതെയുള്ള പ്രദേശമാണോ? ഇൻ വിച്ച് ദ ഫോഴ്സ് ഓഫ് ദ മാഗ്നറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. അതായത് മാഗ്നറ്റിന് ചുറ്റുമുള്ള പ്രദേശം, ആ പ്രദേശത്ത് എന്താണ്? മാഗ്നറ്റിൻ്റെ ഫോഴ്സ്, അതായത് മാഗ്നറ്റിൻ്റെ ബലം അനുഭവപ്പെടുന്ന മാഗ്നറ്റിന് ചുറ്റുമുള്ള ആ പ്രദേശത്തെയാണ് എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് വിളിക്കും നമ്മൾ? കാന്തിക മണ്ഡലം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കാന്തിക മണ്ഡലം എന്ന് വിളിക്കും. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഓൾസോ ഫോംഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. എന്താ പറഞ്ഞിരിക്കുന്നത്? മാഗ്നറ്റിക് ഫോഴ്സ് എന്തിൽ അനുഭവപ്പെടും? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്താ അനുഭവപ്പെടും? മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടും. എന്ത് മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ എന്താ പറഞ്ഞത്? ഏതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അതായത് എന്താണ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ? വൈദ്യുതി കടന്നു പോകുന്ന, അല്ലെങ്കിൽ വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് എന്ത് വിളിക്കുന്നത്? വൈദ്യുതിയുടെ ചാലകങ്ങൾ, അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്തോ അനുഭവപ്പെടും? ഒരു മാഗ്നറ്റിക് ഫോഴ്സ്, ഒരു കാന്തിക ബലം അനുഭവപ്പെടും. ഇത് നമുക്ക് തിരിച്ചും പറയാം കേട്ടോ. അതായത് ഒരു കാന്തിക മണ്ഡലത്തിൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് ചുറ്റും എന്തോ അനുഭവപ്പെടും? ഒരു ഇലക്ട്രിക് ഫീൽഡ്, വൈദ്യുത മണ്ഡലവും അനുഭവപ്പെടും. അത് നമുക്ക് തിരിച്ചു പഠിക്കണം. അത് വേറെ പാഠത്തിൽ നമ്മൾ പഠിക്കും. ഇതിപ്പോൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. എന്താ പറഞ്ഞത്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്തോ അനുഭവപ്പെടും? ഒരു കാന്തിക മണ്ഡലം, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്തതാണ് എന്താണ് മാഗ്നറ്റിക് കോമ്പസ്. നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞ സാധനം. എന്താണ് ഈ മാഗ്നറ്റിക് കോമ്പസ് എന്ന് അറിയാമോ? ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും അതുപോലെ തന്നെ സ്ട്രെങ്ത്, ബലവും അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റിക് കോമ്പസ് എന്ന് വിളിക്കുന്നത്. പണ്ട് കാലത്തെ പായ്ക്കപ്പലുകളിലൊക്കെ പോയിരുന്ന ആൾക്കാർ എന്താണ്? ദിശ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വസ്തുവാണെന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ, കാന്തിക ബലരേഖകൾ. എന്താണ് നോക്കാം. ദ പാത്ത് അലോങ് വിച്ച് നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റിക് നീഡിൽ മൂവ്സ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പാത്ത് അലോങ് വിച്ച് ദ നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റിക് നീഡിൽ മൂവ്സ് ഈസ് കോൾഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. സത്യത്തിൽ ഇതിലും കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ കാന്തത്തിന് ചുറ്റും, കാന്തിക മണ്ഡലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡിറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ആയിട്ടുള്ള, അതായത് സാങ്കല്പിക രേഖകളെയാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ? കാന്തിക ബലരേഖകൾ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. അത് എപ്പോഴും നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിലേക്കായിരിക്കും ചെല്ലുന്നത്. ഇവിടുന്ന് എങ്ങോട്ടായിരിക്കും? നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടേക്ക് ചെല്ലും? സൗത്ത് പോളിലേക്ക് ചെല്ലും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? കൂട്ടിമുട്ടത്തില്ല. എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യത്തില്ല? കൂട്ടിമുട്ടത്തില്ല, അതായത് ഇന്റർസെക്റ്റ് ചെയ്യത്തില്ല. ഇനി ബാർ മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബാർ മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റുകളും തമ്മിലുള്ള വ്യത്യാസം. വൈദ്യുത കാന്തങ്ങൾ എന്നാണ് ഇലക്ട്രോ മാഗ്നറ്റുകളുടെ മലയാളം. അപ്പോൾ നോക്കാം. ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്തുതരം മാഗ്നറ്റാണ്? ഒരു പെർമനന്റ് മാഗ്നറ്റാണ്. എന്ത് മാഗ്നറ്റാണ്? ഒരു പെർമനന്റ് മാഗ്നറ്റാണ്. എന്താണ് ഈ പെർമനന്റ് മാഗ്നറ്റ് എന്ന്, അല്ലെങ്കിൽ സ്ഥിരകാന്തം എന്ന് പറഞ്ഞാൽ? അതിൻ്റെ കാന്തത്തിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ കാന്തിക സ്വഭാവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? മാറുന്നില്ല. അങ്ങനത്തെ കാന്തങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ബാർ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. അതേസമയം ടെമ്പററി മാഗ്നറ്റിന് ഉദാഹരണമാണ് ഇലക്ട്രോ മാഗ്നറ്റുകൾ, വൈദ്യുത കാന്തം. എന്തുകൊണ്ടാണ് അതിനെ ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ താൽക്കാലിക കാന്തങ്ങൾ എന്ന് വിളിക്കുന്നത്? അതായത് വൈദ്യുതി കടന്നു പോകുന്ന അവസരങ്ങളിൽ മാത്രമേ ഇത് എന്തായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ? ഒരു കാന്തമായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. വൈദ്യുതി കൊടുക്കുന്ന നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് എന്ത് ചെയ്യത്തില്ല? കാന്തത്തിന്റെ സ്വഭാവം കാണിക്കത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത് നമ്മൾ? ടെമ്പററി മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്.
അടുത്തയാണ് പോൾസ് കനോട്ട് ബി ചേഞ്ച്. നമുക്കറിയാം ഒരു മാഗ്നറ്റിന് എന്താണ് രണ്ട് പോളുകളുണ്ട്. എന്തൊക്കെയാണ്? നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ പോളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ഇലക്ട്രോ മാഗ്നറ്റുകളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പോൾസ് ക്യാൻ ബി ചേഞ്ച്ഡ്. പോളുകൾ എന്ത് ചെയ്യാം? നമുക്ക് ചേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിയുടെ ദിശ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. പോളുകൾ എന്ത് ചെയ്യാം? നമുക്ക് പോളുകൾ എന്ത് ചെയ്യാം? നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി അടുത്ത പറയുന്ന കാര്യമാണ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ് ഈസ് കോൺസ്റ്റന്റ്. ഒരു മാഗ്നറ്റിന്റെ, അതായത് ബാർ മാഗ്നറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത്, അതിന്റെ ശക്തി എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമായിരിക്കും. അതേസമയം സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിയുടെ തീവ്രത കൂട്ടിക്കൊടുത്താൽ, അതായത് വൈദ്യുതിയുടെ ഇന്റൻസിറ്റി കൂട്ടിക്കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റിന്റെ ബലം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? നമുക്ക് കൂട്ടാൻ പറ്റും. ഇനി നമ്മൾ പഠിക്കുന്നത് ഓസ്റ്റേണിന്റെ എക്സ്പെരിമെന്റ് ആണ്. ഓസ്റ്റേണിന്റെ എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ ഒരു സർക്യൂട്ട് നമ്മൾ ഘടിപ്പിച്ചു. ആ സർക്യൂട്ടിന്റെ താഴെ എന്ത് വെക്കാണ്? ഒരു മാഗ്നറ്റിക് കോമ്പസ് വെക്കാണ്. ആദ്യം നമ്മൾ ഇതാണ് എ എന്ന് പറയുന്ന പോർഷൻ, ഇതാണ് ബി എന്ന് പറയുന്ന പോർഷൻ. ഇത് എ, ഇത് എ ആണ്, ഇതോ ബി ആണ്. അപ്പോൾ ആദ്യം നമ്മൾ വൈദ്യുതി കടത്തി വിടുന്നത് എയിൽ നിന്നും ബിയിലോട്ട് വൈദ്യുതി പോകുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ്, അതായത് കോമ്പസിന്റെ നോർത്ത് പോളിൽ എവിടുന്ന് എങ്ങോട്ടാണ് ചേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യാണ്? ബിയിൽ നിന്നും എയിലോട്ട് വൈദ്യുതി കടന്നു പോകുമ്പോൾ, ഇതല്ലേ നമ്മുടെ ബി, ഇതിൽ നിന്നും ബിയിൽ നിന്നും എയിലോട്ട് വൈദ്യുതി കടന്നു പോകുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് നീഡിലിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസിന്റെ നോർത്ത് പോളിന് എങ്ങോട്ടാണ്? ഡിഫ്ലക്ഷൻ. ഇതേ എക്സ്പെരിമെന്റ് തന്നെ നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് മുകളിൽ വെച്ചിട്ട് ചെയ്യും. അപ്പോഴും നമ്മൾ നോക്കാം എന്താ അത്. എബോവ് മാഗ്നറ്റിക് നീഡിൽ, മാഗ്നറ്റിക് നീഡിലിന് മുകളിൽ കണ്ടക്ടർ വെക്കുന്ന രണ്ട് കേസുകളാണ് പറയുന്നത്. നമുക്ക് ആദ്യം എയിൽ നിന്ന് ബിയിലോട്ട് വൈദ്യുതി കടന്നു പോകുമ്പോഴും ബിയിൽ നിന്ന് എയിലോട്ട് വൈദ്യുതി കടന്നു പോകുമ്പോഴും. എയിൽ നിന്ന് ബിയിലോട്ടാണ് വൈദ്യുതി കടന്നു പോകുന്നത് എങ്കിൽ നോർത്ത് പോള് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. എങ്ങോട്ടായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ്. നമുക്കറിയാം ഒരു ക്ലോക്ക് എപ്പോഴും എങ്ങനെയായിരിക്കും സഞ്ചരിക്കുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ സഞ്ചരിക്കുന്നത്. അതേസമയം ആന്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ അത് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിക്കുന്നതിനാണ് വിളിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടാണ് എന്നുണ്ടെങ്കിൽ അത് നോർത്ത് പോൾ എങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ഇനി ബിയിൽ നിന്ന് എയിലോട്ടാണ് വൈദ്യുതി കടന്നു പോകുന്നെങ്കിലോ നോർത്ത് പോൾ എങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുന്നത്? ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും. അതെങ്ങനെയായിരിക്കും? നമ്മൾ നാണ്ടുന്ന ഈ പറഞ്ഞ ഇതുപോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. ഇനി ബിലോ മാഗ്നറ്റിക് നീഡിൽ, മാഗ്നറ്റിക് നീഡിലിന് താഴെയാണ് കണ്ടക്ടർ വെക്കുന്നത്. രണ്ട് സാഹചര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. നോക്കാം. എ ടു ബി, എയിൽ നിന്നും ബിയിലോട്ട് വൈദ്യുതി കടത്തി വിടുകയാണ്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്? നീഡിൽ എങ്ങോട്ടേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും? അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് പോൾ എങ്ങോട്ടായിരിക്കും ഡിഫ്ലക്ഷൻ? ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ഡിഫ്ലക്ഷൻ. എങ്ങോട്ടായിരിക്കും? ക്ലോക്ക് വൈസ്. ഇനി ബിയിൽ നിന്ന് മെയിലോട്ടാണെന്നുണ്ടെങ്കിലോ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും. എങ്ങനെയായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ഇനി ഇതിൽ നിന്നും നമ്മൾ ഈ ഓസ്റ്റേണിന്റെ എക്സ്പെരിമെന്റിൽ നമുക്ക് എന്ത് കാര്യങ്ങളാണ് മനസ്സിലായത് നോക്കാം. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. എന്താ പറഞ്ഞത്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്തോ അനുഭവപ്പെടും? ഒരു കാന്തിക മണ്ഡലം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടുമെന്ന് മനസ്സിലായി. The direction of magnetic field in a current carrying conductor depends on the direction of current passing through them. പിന്നെ വേറൊരു കാര്യം കൂടെ മനസ്സിലായി. എന്താണ്? ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ദിശ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അതിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ ദിശയെ ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലായത്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞ എന്താണ്? The direction of magnetic field in a current carrying conductor. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അതിനകത്തൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ ദിശയെ ഡിപ്പെൻഡ് ചെയ്യും. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അതിനകത്തൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ ദിശയെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് നോക്കാം. If a magnetic compass is placed near a conductor carrying current,
ദ നീഡിൽ ഈസ് ഡിഫ്ലക്റ്റഡ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് അടുത്തേക്ക് നമ്മളൊരു മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവെക്കുകയാണെങ്കിൽ ഷുവർ ആയിട്ട് എന്ത് ചെയ്യും? ആ മാഗ്നറ്റിക് കോമ്പസിന് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതായത് നേരത്തെ എവിടെയാണോ നിന്നത് അതിൽ നിന്ന് എന്ത് ചെയ്യും? അതിനെന്താണ് അതിൻ്റെ പൊസിഷന് ചെറുതായിട്ടൊരു വ്യത്യാസം ഉണ്ടാവും. This shows that a current carrying conductor carrying current has a magnetic field around it. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്തോ അനുഭവപ്പെടുന്നു നമുക്ക് മനസ്സിലാക്കാം? മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്ത് അനുഭവപ്പെടുന്നു മനസ്സിലാവാൻ നമുക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടും എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് എന്താണ്? ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്. നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്റെ ദിശ എന്ന് പറയുന്നത് നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ്. അതായത് നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിയുടെ ദിശ എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഈസ് ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പോൾ മാഗ്നറ്റിക് നീഡിൽ എങ്ങോട്ടായിരിക്കും ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്? ഈസ്റ്റിലേക്കായിരിക്കും. അതായത് കിഴക്കോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇനി അതേസമയം നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്റെ ദിശ എന്ന് പറയുന്നത് സൗത്ത് ടു നോർത്ത് ആണെന്നുണ്ടെങ്കിൽ, സൗത്തിൽ നിന്നും അതായത് തെക്ക് നിന്നും വടക്കോട്ടാണെന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിന്റെ ഡിഫ്ലക്ഷൻ, അതായത് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ എങ്ങോട്ടായിരിക്കും? പടിഞ്ഞാറോട്ടായിരിക്കും, വെസ്റ്റിലോട്ടായിരിക്കും. The magnetic field around a current carrying straight conductor is in concentric circle. അപ്പോൾ അത് ഓർത്ത് വെക്കണം. അപ്പോൾ ഇതിനകത്ത് എന്ത് അനുഭവപ്പെടുന്നു മനസ്സിലായി? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് മനസ്സിലായല്ലോ. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സർക്കിളുകളായിട്ടായിരിക്കും, എന്തായിരിക്കും? സർക്കിളുകളായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. കോൺസെൻട്രിക് സർക്കിളുകൾ ഇതാണുണ്ടോ, ഇങ്ങനത്തെ സർക്കിളുകളായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. It can be observed by passing a current carrying conductor through a cardboard and sprinkling iron fillings on it. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ, ഒരു കറണ്ട് ക്യാരിങ് സ്ട്രേറ്റ് കണ്ടക്ടറിനെ ഒരു കാർഡ്ബോർഡിൽ പാസ് ചെയ്തിട്ട് ആ കാർഡ്ബോർഡിനകത്ത് എന്ത് വെച്ചിരുന്നാൽ മതി? നമ്മൾ അയൺ ഫില്ലിങ്സ്, അതായത് ഇരുമ്പിന്റെ ചെറിയ പൊടികൾ നമ്മൾ അതിനകത്ത് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ മനസ്സിലാവും നമുക്ക് ആ കോൺസെൻട്രിക് സർക്കിളുകൾ അതിനകത്ത് രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി റൂൾസ് ഫോർ ഫൈൻഡിങ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. അപ്പോൾ ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുകൊണ്ട് അനുഭവപ്പെടും എന്ന് പറഞ്ഞു? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടും എന്ന് പറഞ്ഞു. അതിൻ്റെ ദിശ കണ്ടെത്താനുള്ള റൂളുകൾ, നിയമങ്ങൾ രണ്ടെണ്ണം പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്, വലതു കൈ പെരുവിരൽ നിയമം. It states that if a current carrying conductor is held in the right hand, എന്താ പറയുന്നത്? നമ്മളൊരു കറണ്ട് ക്യാരിങ്, അതായത് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകം നമ്മളെടുത്ത് നമ്മുടെ വലത്തെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. പിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ തമ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വലത് അല്ലെങ്കിൽ നമ്മുടെ പെരുവിരൽ എന്ന് പറയുന്നത് എന്തിനെ കാണിക്കണം? വൈദ്യുതിയുടെ ദിശയെ കാണിക്കണം. എന്താണ്ടോ ഈ പടത്തിനകത്ത് കാണിച്ചിരിക്കുന്നുണ്ടോ? ഇതിനകത്ത് തമ്പ്, അയാളുടെ തമ്പ് എന്താണ്? വൈദ്യുതിയുടെ ദിശയാണ് കാണിച്ചിരിക്കുന്നത്. Then the fingers wrapped around the conductor shows the direction of the magnetic field. അപ്പോൾ എന്താണ് അതിനർത്ഥം? ബാക്കി അയാൾ പിടിച്ചിരിക്കുന്ന ബാക്കി 4 വിരലുകൾ അത് കണ്ടക്ടറിൽ ചുറ്റി പിടിച്ചിരിക്കല്ലേ, അത് എന്തിനെ കാണിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്? ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയെ കാണിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇതാണ് എന്താന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെയുള്ളതാണ് എന്തെന്ന് പറയുന്നത് മാക്സ്വെല്ലിന്റെ സ്ക്രൂ റൂളും. ഇതിനകത്ത് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ എന്താണ് ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ ആണ് പറയുന്നത്, അതായത് വലത്തോട്ട് കറക്കുന്ന സ്ക്രൂ. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ ഇതെങ്ങോട്ടാണ് കറക്കുന്നതെന്ന് വെച്ചാൽ, ആ കറക്കുന്നത് നമ്മുടെ വൈദ്യുതിയുടെ ദിശയാണെന്നുണ്ടെങ്കിൽ സ്ക്രൂ മൂവ് ചെയ്യുന്നത് എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് ദ റൊട്ടേഷൻ ഗീവ്സ്, അതായത് അത് എങ്ങോട്ടാണ്, അതായത് എന്താണ് അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഈ സ്ക്രൂ എങ്ങോട്ടാണ് കറങ്ങുന്നതെന്ന് വെച്ചാൽ അത് എന്തിന്റെ ദിശയെ തരും? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയെ തരും. മാക്സ്വെല്ലിന്റെ സ്ക്രൂ റൂളിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അതായത് ഒരു കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ അല്ലെങ്കിൽ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. ഇനി
മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സർക്കുലർ ലൂപ്പ്. ഒരു സർക്കുലർ ലൂപ്പിലൂടെ ഉള്ള എന്താണ് സർക്കുലർ ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഇല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റും അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഇനി സർക്കുലർ കണ്ടക്ടർ ത്രൂ എ കാർഡ്ബോർഡ് ആൻഡ് എ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ്. അപ്പോൾ എന്താണ്? ഒരു സർക്കുലർ കണ്ടക്ടർ നമ്മളൊരു കാർഡ്ബോർഡിൽ വെച്ചിരിക്കുകയാണ്. അതിനകത്തോട്ട് നമ്മൾ എന്താണ്? കറണ്ട് കടത്തി വിടുകയാണ്. When the current passes in clockwise direction, current clockwise ദിശയിലാണ്. ക്ലോക്ക് എങ്ങനെയാണോ ചലിക്കുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോക്ക് എവിടുന്ന് എങ്ങോട്ടാണ്? ഇങ്ങോട്ടല്ലേ സഞ്ചരിക്കുന്നത്. അപ്പോൾ ക്ലോക്ക് എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് ആ ദിശയിലാണ് വൈദ്യുതി കടന്നു പോകുന്നതെങ്കിൽ the magnetic field lines appear to move away from us into the coil. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമുക്ക് തോന്നും അത് ക്ലോക്ക് വൈസ് ദിശയിലാണ് വൈദ്യുതി കടന്നു വരുന്നതെങ്കിൽ ഈ മാഗ്നറ്റിക് ലൈൻസ്, കാന്തിക രേഖകളുണ്ടല്ലോ, അത് നമ്മുടെ അടുത്തുനിന്ന് ദൂരോട്ട് പോകുന്നതായിട്ട് തോന്നും. ഇനി വൈദ്യുതി എന്ന് പറയുന്നത് കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ദിശയിലാണ് വരുന്നത്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു എന്നാ പറഞ്ഞത്? എവിടുന്ന് എങ്ങോട്ടായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ദിശയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ അടുത്തോട്ട് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ലൈൻസ്, അതായത് കാന്തിക ബലരേഖകൾ വരുന്നതായിട്ട് എന്ത് ചെയ്യും? നമുക്ക് തോന്നും. What are the factors influencing magnetic effect of electricity? അതായത് വൈദ്യുതിയുടെ മാഗ്നറ്റിക് എഫക്റ്റ്, കാന്തികം, അതായത് കാന്തിക ഫലങ്ങൾ, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കേണ്ടത്. പ്രധാനമായിട്ടും 2 ഘടകങ്ങളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ കോയിലിനകത്തുള്ള ടേണുകളുടെ എണ്ണവും, രണ്ടെന്ന് പറഞ്ഞാൽ കണ്ടക്ടറിലൂടെ കടത്തിവിടുന്ന കറണ്ട്, അതായത് വൈദ്യുതിയുടെ അളവും. When number of turns in coil increases, നമ്മൾ കോയിലൂടെ അതായത് നമ്മൾ കോയിലൂടെയാണ് വൈദ്യുതി കടത്തി വിടുന്നത്. അപ്പോൾ ആ കോയിലിന്റെ ടേൺസിന്റെ എണ്ണം, അതായത് ചുരുളുകളുടെ എണ്ണം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് എഫക്റ്റും എന്ത് തന്നെയായിരിക്കും? കൂടുതൽ തന്നെയായിരിക്കും. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ആദ്യം പറഞ്ഞു നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ആണെങ്കിൽ, ടേണുകളുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്? അതായത് ഇപ്പൊ ആദ്യം ഇത്രയുണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ രണ്ടാമത് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ടേണുകളുടെ എണ്ണം കുറച്ചുകൂടെ കൂട്ടി കൊടുത്താൽ എന്തനുഭവപ്പെടും? അതിനകത്തൂടെ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് എഫക്റ്റ് എന്തായിരിക്കും? കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇനി അടുത്ത കണ്ടീഷൻ പറഞ്ഞെന്താണ്? കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ട്, കറണ്ടിന്റെ അളവ് കൂടുമ്പോൾ മാഗ്നറ്റിക് എഫക്റ്റും എന്ത് ചെയ്യും? കൂടും. എന്താണ്? കറണ്ടിന്റെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യും? മാഗ്നറ്റിക് എഫക്റ്റ് എന്ത് ചെയ്യും? കൂടും. ഇനി സോളിനോയിഡ്. എന്താണ് സോളിനോയിഡ്? സോളിനോയിഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഇൻ ഹെലിക്കൽ ഷേപ്പ്. ഈ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെലിക്കൽ ഷേപ്പ്, അല്ലെങ്കിൽ അതിന്റെ മലയാളം പറയുന്നതാണ് സർപ്പള ആകൃതി. എന്താണ്? സർപ്പള ആകൃതി. സർപ്പള ആകൃതി എന്ന് പറയുന്നതാണ് സർപ്പള ആകൃതി. അപ്പൊ എന്താണ് ഈ സർപ്പള ആകൃതി? അപ്പൊ എന്താണ് ഈ സോളിനോയിഡ് എന്നറിയാമോ? ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റ് ചെയ്ത ഒരു വയറാണ്. എന്താണ്? ഇൻസുലേറ്റ് ചെയ്ത ഒരു കോപ്പർ വയറാണ്. ഇൻസുലേറ്റ് ചെയ്ത ഒരു കോപ്പർ വയറാണ്. ഇൻസുലേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോപ്പർ വയറാണ്. അത് ഏത് ഷേപ്പിലാണ് ഇരിക്കുന്നത്? ഹെലിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഏത് ഷേപ്പിലാണ്? ഹെലിക്കൽ ഷേപ്പിൽ ഇരിക്കുന്ന ഇൻസുലേറ്റ് ചെയ്തൊരു കോപ്പർ വയറിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തും എന്തോ അനുഭവപ്പെടും? വൈദ്യുതി കടന്നുപോയാൽ എന്തോ അനുഭവപ്പെടും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരു ബാർ മാഗ്നറ്റിനകത്ത് ഏത് തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണോ ഉണ്ടാകുന്നത് അതേ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ആയിരിക്കും, അതേ കാന്തിക മണ്ഡലം തന്നെയായിരിക്കും എന്തിനകത്തും ഉണ്ടാവുന്നത്? ഒരു സോളിനോയിഡിനകത്തും ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? സോളിനോയിഡിനകത്ത് നമ്മുടെ ഒരു സാധാ ഒരു മാഗ്നറ്റ് എടുക്കുമ്പോൾ, ഒരു ബാർ മാഗ്നറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്തിനകത്തും വന്നിരിക്കുന്നത്? സോളിനോയിഡിനകത്തും വന്നിരിക്കുന്നത്. How can we find polarity of a magnetic pole of a solenoid? ഒരു സോളിനോയിഡിന് ഞാൻ നേരത്തെ പറഞ്ഞു വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്തായിട്ട് പ്രവർത്തിക്കും? ഒരു കാന്തത്തെ പോലെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഇനി കാന്തത്തിന്റെ ദിശ, അതായത് ഇത് ഏത് പോളാണ്, ഏത് എന്താണ് ധ്രുവം ഏതാണ് നമുക്ക് കണ്ടെത്തണം. ഇപ്പൊ ഇതിനകത്തെ സോളിനോയിഡ് ആകുമ്പോൾ അതിനകത്ത് ഏത് വശമാണ് നമ്മുടെ ഈ നോർത്ത് പോൾ വരുന്നത്, ഏതാണ് സൗത്ത് പോൾ വരുന്നത് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തും എന്നാണ് ചോദ്യം. അതെങ്ങനെ കണ്ടെത്താൻ പറ്റും നമുക്ക്? ഇപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് വൈദ്യുതി കടന്നു പോകുന്ന ഏത് ദിശയിലാണോ ആ ദിശ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ സൗത്ത് പോൾ ആയിരിക്കും. എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. വൈദ്യുതി ക്ലോക്ക് വൈസ് ആയിട്ട് കടന്നു പോകുന്ന ദിശ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ എന്താണ്? സൗത്ത് പോൾ ആണ്. എന്താണ്? സൗത്ത് പോൾ ആണ്. അപ്പോൾ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ക്ലോക്ക് വൈസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ആന്റി ക്ലോക്ക് വൈസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്?
the end at which the current flows in clockwise direction is south pole. അതായത് clockwise എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഏത് ദിശയിലാണോ, ഒരു സോളിനോയിഡിന്റെ ഏത് ദിശയിലാണോ ക്ലോക്ക് ആയിട്ട് പോകുന്നത് അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ നമ്മൾ സൗത്ത് പോൾ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, അതായത് എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് പോകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? നോർത്ത് പോൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നോർത്ത് പോൾ എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു നമ്മൾ? ഒരു സോളിനോയിഡിനകത്ത് നമുക്ക് നോർത്ത് പോളും സൗത്ത് പോളും ചെക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും നമ്മൾ നോക്കി. ഇനി അടുത്തതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ? എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ? എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് വെൻ പ്ലേസ്ഡ് വിത്തിൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എന്തായി മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മോട്ടോർ തത്വത്തിനകത്ത് പറയുന്നത്? എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് വെൻ പ്ലേസ്ഡ് വിത്തിൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കാന്തിക മണ്ഡലത്തിൽ വെക്കുമ്പോൾ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിനകത്ത് എന്തോ അനുഭവപ്പെടും എന്നാ പറയുന്നത്? ഒരു ബലം അനുഭവപ്പെടും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? മോട്ടോർ തത്വം അല്ലെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ പറയുന്നത്. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡയറക്ഷൻ ഓഫ് കണ്ടക്ടർ. അതായത് അപ്പോൾ കണ്ടക്ടറിന് എന്ത് സംഭവിക്കും? ചലനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ സ്വാധീനിക്കുന്ന പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങളാണുള്ളത്. ആദ്യത്തെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് കറണ്ട്. എന്താണ്? ഡയറക്ഷൻ ഓഫ് കറണ്ട്, കറണ്ടിന്റെ ദിശ. രണ്ടാമത്തതാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ കണ്ടക്ടറിന്റെ ഡയറക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഡയറക്ഷൻ ഓഫ് കറണ്ട്, കറണ്ടിന്റെ ദിശയും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയും, കാന്തിക മണ്ഡലത്തിന്റെ ദിശയും. Fleming's left hand rule help us to predict the movement of the conductor. അപ്പോൾ കണ്ടക്ടറിന്റെ ചലനം ഏത് ദിശയിലാണ് എന്ന് അറിയാൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്. അപ്പോൾ നേരത്തെ വേറെ ഏതോ റൂള് പഠിച്ചായിരുന്നല്ലോ, എന്തായിരുന്നു? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അതെന്തായിരുന്നു പറഞ്ഞത്? അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ, അതായത് കാന്തിക മണ്ഡലത്തിന്റെ ദിശ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആ നിയമം. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത്? അത് കണ്ടക്ടറിന്റെ മൂവ്മെന്റ്, കണ്ടക്ടർ ഏത് ദിശയിലാണ് ചലിച്ചത് അത് മനസ്സിലാക്കി തരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളായി കാണിച്ചിരിക്കുന്നത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓഫ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ എന്താണ്? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഗിവൺ ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. It states that if we hold the thumb, forefinger and middle finger of the left hand perpendicular to each other. ഇതാണുണ്ടോ ഈ ഫിഗറിനകത്ത് നോക്കിയേ, എന്താ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്? നമ്മുടെ തമ്പ്, പെരുവിരല്, തള്ളവിരല്, അതുപോലെ തന്നെ ചൂണ്ടുവിരല്, ഇത് മൂന്നും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്കി വെച്ചിരുന്നാൽ എന്താണ്? നമ്മുടെ ഫോർ ഫിംഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചൂണ്ടുവിരല്. അതെന്തിനെ കാണിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയെ കാണിക്കും. എന്താണ്? കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ കാണിക്കും. മിഡിൽ ഫിംഗർ, നമ്മുടെ നടുവിരൽ എന്തിനെ കാണിക്കും? കറണ്ടിന്റെ ദിശയെ കാണിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തമ്പ്, നമ്മുടെ തള്ളവിരൽ എന്തിന്റെ ദിശയെ കാണിക്കും? ഡയറക്ഷൻ, എന്തിന്റെ ഡയറക്ഷനെ കാണിക്കും? ഫോഴ്സ് അല്ലെങ്കിൽ ആ കണ്ടക്ടറിന്റെ ചലനത്തിന്റെ ദിശയെ കാണിക്കും. ക്ലിയർ ആയോ? അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? തമ്പ് എന്ന് പറയുന്നത് എന്തിനെ കാണിക്കും? ഫോഴ്സിന്റെ ദിശയെ കാണിക്കും. അടുത്തത് എന്താ പറഞ്ഞത്? നമ്മള് തമ്പ് ഫോഴ്സിന്റെ ദിശയെ കാണിക്കും. പിന്നെ എന്ത് പറഞ്ഞു? നമ്മുടെ ചൂണ്ടുവിരൽ നമ്മൾ എന്തിന്റെ ദിശയെ കാണിക്കും? ചൂണ്ടുവിരല് അത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയെ കാണിക്കും. അടുത്തത് നമ്മുടെ നടുവിരൽ എന്തിനെ കാണിക്കും? നമ്മള് കറണ്ടിന്റെ ദിശയെ കാണിക്കും. അത് ഓർത്ത് വെക്കാനുള്ള ഒരു കോഡാണ് FBI. എന്താണ്? FBI എന്ന് ഓർത്താൽ മതി. F സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഫോഴ്സിന്റെ ദിശ. B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിന്റെ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ B എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴായാലും ഫിസിക്സിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന കാന്തിക മണ്ഡലം അല്ലെങ്കിൽ കാന്തമായിട്ടൊക്കെ വരുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ കാന്തികതയെ അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് പറയുന്നത് B എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ B എന്ന് പറഞ്ഞ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? നമ്മൾ മാഗ്നറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഓർക്കുക. അപ്പോൾ എന്താണ്? അത് മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കും. I എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണത്? കറണ്ടിനെയാണ്. ക്ലിയർ ആയോ? FBI. ഇനി അടുത്തതാണ് ഇലക്ട്രിക് മോട്ടോർ. എന്താണ്? ഇലക്ട്രിക് മോട്ടോർ. നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പിൾ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണെന്ന് പറയുന്നത് ഇലക്ട്രിക് മോട്ടോർ. വേറൊന്നാണ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇലക്ട്രിക് മോട്ടോർ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണെന്ന് പറയുന്നത് നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പിൾ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണെന്ന് പറയുന്നത് ഇലക്ട്രിക്
മോട്ടർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുകയാണ്? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. എന്തായിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? മെക്കാനിക്കൽ എനർജി. വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറും? യാന്ത്രികോർജ്ജമായിട്ട് മാറുകയാണ്. ഇതൊരു സിമ്പിൾ ഇലക്ട്രിക് മോട്ടറിന്റെ ഡയഗ്രാം ആണ്. എന്താണ്? ഒരു മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ രണ്ട് മാഗ്നറ്റിക് പോളുകൾക്കിടയിൽ, ഒരു നോർത്ത് പോളിനും ഒരു സൗത്ത് പോളിനും ഇടയിൽ എന്ത് ഇരിപ്പുണ്ട്? അതാണ് ഈ ഒരു സാധനം കണ്ടോ? ഇങ്ങനത്തെ ഒരു സാധനം, ഈ സാധനം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർമേച്ചർ. എന്താണ്? ആർമേച്ചർ. പിന്നെ വേറെ എന്തോ ഉണ്ട്? രണ്ട് ബ്രഷ് ഉണ്ട്. അതായത് ഇത് രണ്ട് ബ്രഷ് ഉണ്ട്. കണ്ടോ? ഈ കറുത്ത സാധനം രണ്ട് ബ്രഷാണ്. ഒരു റെഡിന്റെ പകുതിയും ഒരു ബ്ലൂവിന്റെ പാതിയുണ്ട്. അവർ ഈ ഫിഗറിനകത്ത് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂട്ടേറ്റർ എന്നാണ്. അതിനെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? റിങ് എന്നാണ്. എന്താണ്? റിങ്. ഒരു റിങ് ഫുള്ളും ഇല്ലാത്തത് കൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കും സ്പ്ലിറ്റ് റിങ്. എന്താണ്? രണ്ട് റിങ്ങുകളുടെ പാതിയല്ലേ, അത് നീലയുടെ പകുതിയും ചുവപ്പിന്റെ പകുതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? സ്പ്ലിറ്റ് റിങ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഇലക്ട്രിക് മോട്ടറിനകത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ആർമേച്ചർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ബ്രഷ് ഉണ്ട്, റിങ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, ബ്രഷസ്, റിങ്സ്. ഇനി എന്താണ് വർക്കിംഗ് എന്ന് നോക്കാം. When current pass through armature, according to motor principle, AB moves downwards and side CD moves upward due to Fleming's left-hand rule. So armature will rotate. അപ്പോൾ ആർമേച്ചർ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. എങ്ങനെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? അതായത് നമ്മൾ ആ സാധനം ഏകദേശമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമല്ലേ. ഇതിനകത്തെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? ഏറ്റവും മുകളിലുള്ള ഭാഗം ആണ് AB എന്ന് വിളിക്കുന്നത്. ഇത് താഴെയുള്ള ഭാഗമാണ് എന്തെന്ന് വിളിക്കുന്നത്? CD എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ കറണ്ട് നമ്മൾ എന്താണ് ആർമേച്ചറിൽ പാസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? AB എന്ന് പറയുന്ന ഭാഗം താഴോട്ട് പോകും. AB എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യും? കറങ്ങി താഴോട്ട് വരും. അപ്പൊ അതിന്റെ ഫലമായിട്ട് CD എന്ന് പറയുന്ന ഭാഗം, നമ്മുടെ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായും CD എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ CD മുകളിൽ പോയാൽ എന്ത് ചെയ്യും? നമ്മുടെ AB താഴെ വരും, CD മുകളിലോട്ട് പോകും. അങ്ങനെ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് ഇതങ്ങ് നടന്നുകൊണ്ടിരിക്കും. ഇനി സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. എന്താണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് നോക്കാം. If the rotation of an armature is to be sustained, the direction of current through the armature should be continuously keep on changing. അതായത് നമ്മൾ ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആർമേച്ചർ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്റെ ദിശ എന്ന് പറയുന്നത് ഓരോ ഹാഫ് റൊട്ടേഷൻ, ഓരോ പകുതി ഭ്രമണം അല്ലെങ്കിൽ ഓരോ പകുതി എന്താണ് കറങ്ങി വരുമ്പോഴേ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. The split ring helps to change the direction of the current through the coil after every rotation. അപ്പോൾ ഓരോ റൊട്ടേഷനും ശേഷം എന്താണ് ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്പ്ലിറ്റ് റിംഗ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് റിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കും. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കും. ഇനി മോട്ടോർ പ്രിൻസിപ്പിൾ തന്നെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണമാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. എന്താണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ? നമ്മൾ സാധാ കാണുന്ന ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന സാധനം. ഇതും അടിസ്ഥാനപ്പെടുത്തി തന്നെ പ്രവർത്തിക്കുന്നതാണ്, മോട്ടോർ പ്രിൻസിപ്പിൾ തന്നെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്നതാണ്. ഇവിടുത്തെ എനർജി കൺവേർഷൻ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുകയാണ്? ശബ്ദോർജ്ജമായിട്ട് മാറുകയാണ്. എന്താണ്? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുകയാണ്? സൗണ്ട് എനർജി ആയിട്ട് മാറുകയാണ്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് നമ്മൾ മൈക്രോഫോൺ, അതായത് നമ്മുടെ മൈക്കിൽ എന്താണ് ശബ്ദം ഉണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന ശബ്ദം, ഈ ശബ്ദം മൈക്കിൽ വെച്ചിട്ട് ആ ശബ്ദം എന്തായിട്ട് മാറും അറിയാമോ? ഇലക്ട്രിക്കൽ സിഗ്നലുകളായിട്ട് മാറും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസുകളായിട്ട് മാറും, വൈദ്യുത സിഗ്നലുകളായിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ശബ്ദം തീരെ ചെറിയ ശബ്ദമല്ലേ, അതേസമയം നമ്മൾ ലൗഡ് സ്പീക്കറിനകത്തൂടെ കേൾക്കുന്ന ശബ്ദമോ വളരെ വലിയ ശബ്ദമാണ് നമ്മൾ ലൗഡ് സ്പീക്കറിനകത്തൂടെ കേൾക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? നേരെ അങ്ങ് ഈ മൈക്കിൽ നിന്ന് ശബ്ദം നേരെ അങ്ങ് ലൗഡ് സ്പീക്കറിലോട്ട് പോവുകയല്ല ചെയ്യുന്നത്. അതിന് മുമ്പിട്ട് അത് ആദ്യം എങ്ങോട്ടേക്ക് പോകും? ആംപ്ലിഫയർ എന്ന് പറയുന്ന സാധനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആംപ്ലിഫയറിലേക്ക് പോകും. ഈ ആംപ്ലിഫയറിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ സിഗ്നലുകളുടെ സ്ട്രെങ്ത് എന്ത് ചെയ്യാണ്? ശക്തി എന്താണ്? കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിഫിക്കേഷൻ. എന്താണ്? ആംപ്ലിഫിക്കേഷൻ. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നലുകളുടെ സ്ട്രെങ്ത് എന്ത് ചെയ്യും?
കൂട്ടും. എന്ത് ചെയ്യും? സ്ട്രെങ്ത് കൂട്ടും. എവിടെ വെച്ചിട്ട്? ആംപ്ലിഫയറിൽ വെച്ചിട്ട് കൂട്ടും. ഇനി എന്നിട്ട് എന്ത് ചെയ്യും? ആംപ്ലിഫയറിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ഇനി ലൗഡ് സ്പീക്കറിലേക്കാണ് വരുന്നത്. ലൗഡ് സ്പീക്കറിന്റെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള വോയിസ് കോയിൽ, നിങ്ങൾ കണ്ട വോയിസ് കോയിൽ എന്ന് പറയുന്ന സാധനം ഇതാണ്. വോയിസ് കോയിൽ ഇതാണ് കേട്ടോ ഇരിക്കുന്ന സാധനം, ഇതാണ് വോയിസ് കോയിൽ. ഈ വോയിസ് കോയിൽ എവിടെയാണ് ഇരിക്കുന്നത് അറിയാമോ? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. കണ്ടോ? ഒരു സോഫ്റ്റ് അയൺ കോറിനകത്താണ് ഇരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ വരുന്ന വഴി, ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ വരുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ വോയിസ് കോയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ നമ്മുടെ വോയിസ് കോയിൽ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ടു ആൻഡ് ഫ്രോ ആയിട്ട്, അത് പൊങ്ങിയും താഴെ, നമ്മുടെ സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞാൽ പൊങ്ങിയും താഴെയും ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന ഭാഗമാണെന്ന് പറയുന്ന ഡയഫ്രം. ഇതിനകത്ത് ഈ ഫിഗറിനകത്ത് കേസിംഗിനാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഡയഫ്രം. അപ്പൊ എന്ത് സംഭവിക്കും? ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ആരും വൈബ്രേറ്റ് ചെയ്യും? നമ്മുടെ ഈ ഡയഫ്രം എന്ന് പറയുന്ന സാധനം വൈബ്രേറ്റ് ചെയ്യും. ഇങ്ങനെ ഡയഫ്രം എന്ന് പറയുന്ന പാർട്ടും കൂടി ലൗഡ് സ്പീക്കറിന്റെ വൈബ്രേറ്റ് ചെയ്യുന്നതിന് ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് വളരെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തെന്ന് പറയുന്നത്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടറും എന്തടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്? നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പിൾ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ താങ്ക് യു.